വീണ്ടും റെക്കോർഡ് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. ദിവസേന വിലയിൽ വലിയ മാറ്റങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നിക്ഷേപകരും ആഭരണ വിപണിയും ഉറ്റുനോക്കുകയാണ്. ഇന്ന് വിപണിയിൽ പവൻ 1000 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ഇതോടെ പുതിയ റെക്കോർഡിലെത്തിയിരിക്കുകയാണ് സ്വർണ്ണവില. എന്താണ് സ്വർണ്ണവില ദിനംപ്രതി ഉയരുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം? ആദ്യമായി അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ പ്രധാന ഘടകമാണ്. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ ഇളവ് നൽകാമെന്ന സൂചന നൽകി. പലിശ നിരക്കുകൾ കുറഞ്ഞാൽ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയാറുണ്ട്. അതിനാൽ ലോകവ്യാപകമായി സ്വർണത്തിലുള്ള ആവശ്യകത കൂടിയതിനെ തുടർന്ന് വില ഉയരുന്നു. രണ്ടാമതായി ഡോളറിന്റെ മൂല്യം കഴിഞ്ഞ ദിവസങ്ങളിലായി കുറയുകയാണ്. ഡോളർ വില താഴുമ്പോൾ സ്വർണ്ണവില സ്വാഭാവികമായും ഉയരും. മൂന്നാമതായി മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ, രാഷ്ട്രീയ അനിശ്ചിതത്വം, എണ്ണവിലയിലെ കുതിപ്പ് എന്നിവയും സ്വർണ്ണവിലയെ നേരിട്ട് ബാധിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുള്ള ആശങ്കകൾ ഉയർന്നപ്പോൾ സ്വർണം സുരക്ഷിത നിക്ഷേപമായി കൂടുതൽ ആകർഷകമാകുന്നു. ഇതോടൊപ്പം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലും ഇടിവ് വന്നിട്ടുണ്ട്. രൂപയുടെ മൂല്യം ഡോളറിനോട് താഴുമ്പോൾ ഇറക്കുമതി വില കൂടും. അതിനാൽ ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവില ഉയരും. അടുത്തതായി ഫെസ്റ്റിവൽ സീസൺ അടുത്തു വരുന്നതും ഒരു പ്രധാന കാരണമാണ്. വിവാഹ സീസണും പൂജാകാലവും ഒക്കെ സമീപിക്കുമ്പോൾ ആഭ്യന്തര ആവശ്യകത കൂടുന്നു. അതിനാൽ വിലയിൽ കൂടുതൽ ഉയർച്ചയുണ്ടാകുന്നു. അമേരിക്കയിലെ സർക്കാർ അടച്ചുപൂട്ടലും സ്വർണ്ണവിലയെ ബാധിച്ചിട്ടുണ്ട്. അടച്ചുപൂട്ടൽ അനിശ്ചിതമായി നീളുന്നതിനാൽ സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് ഉയരത്തിലെത്തി. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. സ്വർണ്ണവില ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് വിപണി വിദഗ്ധർ പ്രവചിക്കുന്നത്.